മോഹൻലാലിൻ്റെയും സിബി മലയിലിൻ്റെയും ലോഹിതദാസിൻ്റെയും ഒക്കെ കരിയർ എടുത്താൽ അവരുടെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് നോക്കിയാൽ അത് ഉറപ്പായിട്ടും കിരീടമായിരിക്കും. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ട്രാജിക് സിനിമയാണ് കിരീടം. സേതുമാധവൻ എന്ന ചെറുപ്പക്കാരൻ്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ജീവിതവുമൊക്കെ തകർന്നടിഞ്ഞില്ലാതായി പോകുന്നത് സ്ക്രീനിൽ കാണിച്ചു തന്ന ലോഹിയുടെ മാജിക് മറ്റേതൊരു അഭിനേതാവിനും മികച്ചതാക്കാൻ കഴിയുന്നതിൻ്റെ എത്രയോ മടങ്ങ് അപ്പുറമാണ് മോഹൻലാൽ സേതുമാധവനെ സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിച്ചത്. ലോഹിയുടെ ഏറ്റവും മികച്ച തിരക്കഥകളിൽ ഒന്നാണ് കിരീടം. ജോൺസന്റെ ഉള്ളുലയ്ക്കുന്ന സംഗീതമാണ് കിരീടത്തിന്റെ ആത്മാവ്. കിരീടത്തിനൊരു രണ്ടാം ഭാഗം ഉണ്ടായിരുന്നു, ചെങ്കോൽ. മോഹൻലാലും സിബി മലയിലും ലോഹിതദാസും ഒരിക്കൽ കൂടെ സേതുമാധവനെ സ്ക്രീനിൽ എത്തിച്ച ചിത്രം. കിരീടമാണോ ചെങ്കോലാണോ പ്രിയപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പ്രേക്ഷകരിൽ പലർക്കും പല അഭിപ്രായങ്ങളാണ്. വ്യക്തിപരമായി കിരീടത്തെക്കാൾ ഇഷ്ടം ചെങ്കോലാണ്. കിരീടത്തെക്കാൾ തീവ്രമാണ് ചെങ്കോൽ എന്നത് തന്നെയാണ് കാരണം. കിരീടത്തെക്കാൾ ഉള്ളുലയ്ക്കുന്ന സിനിമയാണ് ചെങ്കോൽ. കഥാവഴികളിലും അഭിനയ മുഹൂർത്തങ്ങളിലും എല്ലാം കിരീടത്തെക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് ചെങ്കോൽ. കിരീടം പറഞ്ഞത് സേതുമാധവൻ എന്ന ചെറുപ്പക്കാരന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഇല്ലാതായി പോകുന്ന കഥയാണെങ്കിൽ, ചെങ്കോൽ പറയുന്നത് എല്ലാം തകർന്നടിഞ്ഞ് ഇല്ലാതായി പോയിടത്തു നിന്ന് വീണ്ടും ജീവിതം സ്വരുക്കൂട്ടി എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്ന സേതുമാധവനെയാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന സേതുമാധവനെയാണ്. ആ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട് നിസ്സഹായനായി പോകുന്ന സേതുമാധവനെയാണ്. ബന്ധങ്ങളുടെ തീവ്രത കിരീടത്തെക്കാൾ ഉള്ളത് ചെങ്കോലിലാണ്. മോഹൻലാലിന് അഭിനയിച്ച് ഫലിപ്പിക്കാനും കിരീടത്തെക്കാൾ ഏറെ ഉണ്ടായിരുന്നത് ചെങ്കോലിലാണ്. ചെങ്കോലിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്ന അഭിപ്രായം ലോഹിതദാസ് വളരെ ക്രൂരനായ എഴുത്തുകാരനായി പോയി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തിലകന്റെ കഥാപാത്രത്തിന്റെ കാര്യമെടുക്കുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന്റെ രീതികളോടോ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ ചില തീരുമാനങ്ങളോടോ ഒക്കെ നമുക്ക് വിയോജിപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ പോലും ചെങ്കോൽ എവിടെയോ നമ്മുടെ ഉള്ളുലയ്ക്കും. ജോൺസൺ മാഷിന്റെ ഏറ്റവും മനോഹരമായ സംഗീതം ചെങ്കോലിന്റെ മാറ്റ് കൂട്ടുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചൊരു ക്ലൈമാക്സ് അല്ല ചെങ്കോലിനുള്ളത്. താൻ ഇല്ലാതാക്കിയ കീരിക്കാടൻ ജോസ് എന്ന മനുഷ്യന്റെ കുടുംബത്തിനോടുള്ള പ്രായശ്ചിത്തം, താൻ കാരണം ഇല്ലാതായി പോയ ഒരുപാട് മനുഷ്യരുടെ, ഒരുപാട് ബന്ധങ്ങളുടെ, ജീവിതങ്ങളോടുള്ള സേതുമാധവന്റെ പ്രായശ്ചിത്തമായിരുന്നു ചെങ്കോൽ. ഉള്ളുലയാതെ കണ്ടു തീർക്കാൻ കിരീടത്തെക്കാൾ ബുദ്ധിമുട്ടാണ് ചെങ്കോൽ. അഭിപ്രായങ്ങളിലും തിയേറ്ററിലും ചെങ്കോൽ കിരീടത്തോളം വിജയമായിരുന്നില്ല. പക്ഷേ പോകെ പോകെ പലർക്കും കിരീടത്തെക്കാൾ പ്രിയപ്പെട്ടതായി ചെങ്കോൽ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. മലയാളത്തിൽ ഏറ്റവും തീവ്രമായി കഥ പറഞ്ഞ സിനിമകളിൽ ഒന്നാണ് ചെങ്കോൽ. വ്യക്തിപരമായി കിരീടത്തെക്കാൾ ഒരുപാട് പ്രിയപ്പെട്ടതായി ചെങ്കോൽ മാറാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രിയപ്പെട്ട കാരണം മോഹൻലാൽ എന്ന അഭിനേതാവ് തന്നെയാണ്. കിരീടത്തെക്കാൾ ഒരു പടി മുകളിൽ തന്നെയാണ് ചെങ്കോലിൽ മോഹൻലാൽ അഭിനയിച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കൽ കണ്ട് സ്നേഹിച്ച സേതുമാധവനെ മോഹൻലാൽ വീണ്ടും തിരശീലയിൽ എത്തിയപ്പോൾ ഒരു പടി മുകളിലേക്കാണ് സേതുമാധവനെ മോഹൻലാൽ കൊണ്ടുപോയത്. മധുരം ജീവ മൃതബിന്ദു എന്ന ഗാനരംഗം മാത്രം മതിയാവും മോഹൻലാൽ എന്ന അതുല്യ അഭിനേതാവ് എത്രത്തോളം ഭീകരമായാണ് സേതുമാധവനെ സ്ക്രീനിൽ കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാൻ. ചെങ്കോൽ എന്ന സിനിമ മുഴുവനായി കാണേണ്ടതില്ല, ആ ഒരു ഗാനം മാത്രം മതി ഒരു പക്ഷേ സേതുമാധവൻ എത്രത്തോളം വിങ്ങിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അറിയാൻ. തെരുവ് കൊണ്ടയായി ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത സേതുമാധവൻ തൻ്റെതായ കാരണങ്ങൾ കൊണ്ടല്ല അയാൾ തെരുവ് കൊണ്ടയായത്. ജയിൽ ശിക്ഷ അനുഭവിച്ച് വന്ന് വീണ്ടും എങ്ങനെയെങ്കിലും സമൂഹത്തിൽ എല്ലാവരെ പോലെ മാന്യനായി ജീവിക്കണം, തൻ്റെ കുടുംബത്തിന് താങ്ങായി ജീവിക്കണമെന്ന് കരുതുന്ന സേതുമാധവനെ സമൂഹം വീണ്ടും വീണ്ടും തെരുവിലേക്ക് തന്നെ വലിച്ചഴിച്ചു. അവസാനം തെരുവ് കൊണ്ടയായി തന്നെ അയാൾ ജീവിതം നയിക്കാനും തീരുമാനിക്കുന്നു. കീരിക്കാടൻ ജോസിന്റെ കുടുംബത്തിനോടുള്ള അയാളുടെ പ്രായശ്ചിത്തമാണ് പിന്നീട് അയാളുടെ ജീവിതം. പക്ഷേ അതും എവിടെയും എത്താതെ പോവുകയാണ്. വാളെടുത്തവൻ വാളാൽ എന്ന ചൊല്ലിനെ ന്യായീകരിച്ചുകൊണ്ടാണ് ലോഹിതദാസ് ഈ ഒരു ചിത്രത്തിന് ക്ലൈമാക്സ് ഒരുക്കിയത്. ഒരു പക്ഷേ പ്രേക്ഷകരൊന്നും ആഗ്രഹിക്കാത്തൊരു അവസാനമായിരുന്നു സേതുമാധവന് കിട്ടിയത്. നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിൽ ഒരു കഥാസൃഷ്ടി സഞ്ചരിച്ചില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഒരുപക്ഷെ ആ സൃഷ്ടി പ്രിയപ്പെട്ടതായി മാറും. ചെങ്കോൽ അങ്ങനെ ഒന്നാണ്. കിരീടത്തെക്കാൾ തീവ്രമായ, കിരീടത്തെക്കാൾ മികച്ചതായ ഒരു ചിത്രം തന്നെയാണ് ചെങ്കോൽ. എപ്പോഴും കിരീടവും ചെങ്കോലും താരതമ്യം ചെയ്യുമ്പോൾ ഒരു പടിക്ക് മുകളിൽ ചെങ്കോൽ തന്നെയാണ് പ്രിയപ്പെട്ടത്. മലയാളത്തിലെ ഏറ്റവും മികച്ച സീക്വൽ എന്ന് അടിവരയിട്ട് പറയാവുന്ന ചിത്രമാണ് ചെങ്കോൽ.